everybody, welcome back to my YouTube channel. ഇന്നൊരു സമ്മർ റീസെറ്റ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പോകുന്ന ഒരു സീസൺ ടു സീസൺ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ റെഡിയാവുന്ന പോലെയാണ് ഇവർ ഓരോരോ സമ്മർ, സ്പ്രിങ് അല്ലെങ്കിൽ വിൻ്ററിന് ഒക്കെ വീടിൻ്റെ തീമും ഡെക്കോസും അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ അതിനനുസരിച്ചൊക്കെ റീസെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്ക് വളരെ പതുക്കെയാണ് സമ്മർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ജൂൺ 2nd വീക്കായി. സാധാരണഗതിയിൽ ജൂൺ 2nd വീക്കിലൊക്കെ ഇവിടെ കംപ്ലീറ്റ് സമ്മർ ഫുൾ വൈബ്സ് ആയിരിക്കും കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ അറിയില്ല, നമ്മളുടെ വിൻ്ററും ഭയങ്കര വെരി തിക്ക് ആൻഡ് വെരി ലോങ് വിൻ്റർ ആയിരുന്നു. അതിശക്തമായ മഞ്ഞുണ്ടായിരുന്നു. ഒരുപാട് നവംബർ 29 മുതൽ തുടങ്ങിയ മഞ്ഞ് ഏകദേശം ഏപ്രിൽ 15 വരെ നമ്മൾക്ക് മഞ്ഞുണ്ടായിരുന്നു. അതിനുശേഷം കാലാവസ്ഥ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലായിരുന്നു. കാരണം നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്കെൻഡ്, അതായത് 2ാം തീയതിയോ 3ാം തീയതിയോ ഒക്കെ രാത്രി ടെമ്പറേച്ചർ -ഡിഗ്രിയിലൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോഴും വി ആർ ആക്ച്വലി സ്ട്രഗ്ലിങ് വിത്ത് ദ ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് മര്യാദയ്ക്ക് ഒരു സ്പ്രിങ് സീസൺ കിട്ടിയിട്ടില്ല. ഇടയിലൊക്കെ വല്ലപ്പോഴും മഴയുണ്ടായിരുന്നു. അല്ലാതെ ഇടയിലൊക്കെ ഇങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തും കൂടിയും കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. ബട്ട് താങ്ക്ഫുള്ളി നോ മോർ സ്നോ. ഇവിടെ ഇപ്പം എല്ലാം പൂത്തും പച്ചിലകൾ കൊണ്ട് മൂടിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ സമ്മറെ പ്രമാണിച്ച് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഗാർഡനിങ് ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മഴയും വെയിലും മാറി വരുന്നതുകൊണ്ട് എല്ലാവരുടെയും ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷിയൊക്കെ വളരെ ശോകാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും കുറച്ച് ചെടികളൊക്കെ വെച്ചായിരുന്നു, അതൊക്കെ കരിഞ്ഞും ഉണങ്ങിയും ഒക്കെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഒട്ടും ഇതല്ലാതെ ഉണ്ട്. ഒരു ദിവസം ചിലപ്പോൾ ഞങ്ങൾക്ക് സ്വെറ്റർ ഇടേണ്ടി വരും, അടുത്ത ദിവസം ഷോർട്ട് ഡ്രസ്സ് ഇടേണ്ടി വരും. ഷോർട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ക്ലോസറ്റ് ഒന്നും ഇതുവരെ റീസെറ്റ് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് പോകുമ്പോൾ വിൻ്റർ ക്ലോസ് എടുത്ത് പുറത്തിടും, അല്ലെങ്കിൽ വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുമ്പോൾ സമ്മർ ക്ലോസ് എടുത്ത് പുറത്തിടും. ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെക്കാറാണ് പതിവ്. ബട്ട് അതിന് ഇതുവരെ സാഹചര്യം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോഴും ഇങ്ങനെ മഞ്ഞും തണുപ്പും മാറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞല്ല, തണുപ്പും ചൂടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റീസെറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ തോട്ട് ലൈക്ക് we'll do a reset with you guys. So welcome back to my another video. ഞാൻ എൻ്റെ ക്രോപ്പ് ടോപ്സുകളൊക്കെ ഇങ്ങനെ ഹാങ്ങറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ടെമോന്ന് വാങ്ങിച്ചൊരു ഹാങ്ങറാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ കുട്ടി ക്രോപ്പ് ടോപ്സുകളൊക്കെ എടുത്ത് വയ്ക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. സോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്കി സ്വെറ്റേഴ്സൊക്കെ ഉണ്ട്, അത് പുറത്തെടുക്കണം. ഇപ്പോൾ എൻ്റെ ഫാഷൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റുകളിൽ ഒന്ന് ജംപ് സ്യൂട്ടുകൾ, മറ്റൊന്ന് കോട്ട് സെറ്റുകൾ, പിന്നെ ഇങ്ങനത്തെ മിനി ഡ്രസ്സസൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പോൾ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തിടാം. ഈവൻ ഇത് ഞാൻ വിൻ്ററിലൊക്കെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ, ലെയറൊക്കെ ചെയ്തിട്ട്. ഓൾറെഡി ഇത് ജംപ് സ്യൂട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമുക്കൊന്ന് വാഷ്റൂം പോകണമെങ്കിൽ ഇത് തലേക്കോളിങ്ങനെ താഴെ ഇറക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അടിയിൽ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഇത് ഇട്ടുകൊണ്ട് വാഷ്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വെയർ ഇറ്റ്. ഐ തിങ്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്കാണ് തോന്നുന്നു ഇട്ടത്. കാരണം ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ ഷോർട്ട് ഡ്രസ്സുകളായിരുന്നു. അതൊരിക്കലും ആ സമയത്ത് ഇടാൻ പറ്റില്ല. സോ അപ്പം ഞാനിതായിട്ടെ. സമ്മറിലേക്ക് റീസെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വാർഡ്രോബ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലോസറ്റ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഡീക്ലട്ടർ കൂടെ ചെയ്യുവാണ്. നമ്മൾ സാധനം വാങ്ങിച്ച് കൂട്ടിയാൽ മാത്രം പോരല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ കൂടെ പഠിക്കണം. അതിനെയാണ് ഇപ്പോഴത്തെ പുതിയ മോഡേൺ വേൾഡ് മിനിമലിസം എന്നുകൊണ്ട് പറയുന്നത്. മിനിമലിസം എന്നുള്ള കോൺസെപ്റ്റ് പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് മിനിമലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റ് ഗോ ഓഫ് ദി തിങ്സ് ദാറ്റ് ഡസൻറ്റ് സെർവ് യു എന്നാണ്. അല്ലാതെ ഇല്ലായ്മയിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കണമെന്നല്ല, നമ്മൾക്ക് ഉപയോഗമല്ല അല്ലെങ്കിൽ
ഉപയോഗിച്ച് തീർന്ന സാധനങ്ങൾ, നമുക്കിനി ഉപയോഗപ്പെടില്ല എന്നുള്ള തോന്നുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ കൂടെ പഠിക്കണം. സോ അതൊരു മെൻ്റൽ വെൽബീയിങ്ങിന് കൂടെ അത് സഹായിക്കുമെന്ന് പറയുന്നിട്ടുണ്ട്. പണ്ടൊക്കെ വീട്ടിലിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടായില്ല. മേ ബി നമ്മളുടെ ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡ് വേർഷൻ അങ്ങനെയായിരിക്കും. ബട്ട് അതിന് മോഡേൺ വേൾഡ് നമ്മൾ മിനിമലിസം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കോൺസെപ്റ്റിനോട് ഞാൻ ഭയങ്കര യോജിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്പേസും അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ മിനിമലായിട്ട് ചെയ്യാനും, അല്ലെങ്കിൽ മിനിമൽ ഫർണിച്ചേഴ്സ്, മിനിമൽ ഡെക്കോസൊക്കെ വെച്ച് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഉപയോഗിച്ച കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇന്ന് ഡൊണേറ്റ് കൂടെ ചെയ്യുകയാണ് കേട്ടോ. ടേഴ്സൊക്കെ ഞാൻ എന്തായാലും എടുത്ത് വയ്ക്കുകയാണ്. വേണമെങ്കിൽ 1-2 പെയർ സ്വെറ്റ് ഷർട്ട്സ് മാത്രം പുറത്ത് വയ്ക്കാം, ജസ്റ്റ് ഇൻ കേസ് വല്ലപ്പോഴും ഒന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇടാൻ വേണ്ടി മാത്രം. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത്ര നേരം ഞാൻ മടക്കിയ എല്ലാ ഡ്രസ്സുകളും പല ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ, അല്ലെങ്കിൽ ചൈന, ഇറ്റ്സ് തായ്വാൻ, ഇറ്റ്സ് ബാംഗ്ലാദേശ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വന്നിട്ട് ഇവിടെ വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത് ചൈനയിലും കംബോഡിയയിലും ഉണ്ടാക്കിയ ഡ്രസ്സുകൾ. അവസ്ഥ തന്നെ. അതുപോലെ തന്നെ ഇടുന്ന ഡ്രസ്സുകളുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഡെക്കോസ്, മേക്കപ്സ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ LTK പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ LTKയിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു ഡൗൺലോഡ് LTK അക്കൗണ്ട്. അതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ആക്ച്വലി സീ whatever like I'm wearing, I'm using for makeup, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡെക്കോസ്, ഈവൻ ബെഡ്ഷീറ്റ്, കാറിൽ ഉപയോഗിക്കുന്ന കാർ സീറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, സോ തൽക്കാലം ഇപ്പം ഞാൻ എല്ലാ സമ്മർ ഡ്രസ്സുകളും ക്ലോസറ്റിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള ഈ എല്ലാ ഡ്രസ്സുകളും നമുക്ക് പെട്ടിയിലേക്ക് ആക്കാം. ബട്ട് അതിനു മുമ്പ് കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റവും കൂടെ വേണം. ഒന്ന്, കുറേ വർഷങ്ങളായി ഉപയോഗിച്ച കുറേ ഡ്രസ്സുകളുണ്ട് എൻ്റെ അടുത്ത്, അത് മാറ്റണം. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്, അതൊന്നും ഇടാൻ പറ്റുന്നില്ല, അത് മാറ്റണം. പിന്നെ കുറച്ച് നാൾക്കുള്ളിൽ ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ആക്ച്വലി. നാട്ടിൽ നിന്ന് വരുന്ന അതേ വെയ്റ്റിൻ്റെ ഏകദേശം അത്രയാണ്. കാരണം ലാസ്റ്റ് 2 years ഞാൻ ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ കുറച്ചധികം മെലിഞ്ഞത്. പിന്നെ ഐ ട്രൈ ടു ഗെയിൻ വെയ്റ്റ്, സോ വണ്ണം വെച്ചിട്ടുണ്ട്. ബട്ട് ഈ ഇടയിൽ ആ കാലയളവിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഫിറ്റാവില്ല. ഈ ഇടുപ്പിൻ്റെ വണ്ണമൊന്നും എനിക്ക് ഒരിക്കലും ഫിറ്റാവില്ല. ബട്ട് ദിസ് ഇസ് വെരി 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 നൈസ് സ്കേർട്ട്. ഞാനിങ്ങനെ ലേബൽ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ എൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് പറ്റാത്തതും പാകമില്ലാത്തതും കുറേ ഉപയോഗിച്ച് സാധനങ്ങളുമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റുന്നുണ്ട്. സോ അതുപോലെ തന്നെ രാഹുലിൻ്റെ സെക്ഷൻ രാഹുലിനെ നോക്കിയാലേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. സോ ഞാനിങ്ങനെ ഈ ബോക്സ് ഡൊണേഷൻ എന്ന് എഴുതി പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 2 weeks ആയി. സോ രാഹുലിന് ക്ലോസറ്റിൽ എടുക്കുന്ന സമയത്ത് പറ്റാത്ത ഡ്രസ്സുകളൊക്കെ അപ്പോൾ ഇതിനകത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. സോ ഇപ്പോൾ ഈ സ്കേർട്ട് എന്തായാലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു ബോട്ടമായിരുന്നു ഇത്, ബട്ട് ഇതത്ര പാകമാവുന്നില്ല. This is one of my favorite blue jeans ever. ഇത് ഞാൻ കഴുകാതെയൊക്കെ 1 മാസത്തോളമൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. ആക്ച്വലി ഐ വാസ് ജസ്റ്റ് ലിവിങ് ഇൻ ദിസ് ഡെനിം ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. എനിക്കിപ്പോഴും കൊടുക്കാൻ മനസ്സില്ല, ബട്ട് എനിക്കിത് ഫിറ്റ് ആവുന്നില്ല. അതുപോലെ ഇവിടുത്തെ ഇതിൻ്റെ ബട്ടൺ പോയി. ഞാൻ ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഉപയോഗിക്കുന്നൊരു ഡെനിമായിരുന്നു. ദിസ് ഇസ് കോൾഡ് ലൈക്ക് മോം ജീൻസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ഫിറ്റിംഗ് ഉള്ളൊരു ഡെനിമായിരുന്നു. അതുപോലെ ഈ ഒരു ബോട്ടം എനിക്ക് ഒട്ടും
RNCO എന്നൊക്കെ വാങ്ങിച്ചതാ. ഫിറ്റ് ആവുന്നില്ല, വണ്ണം വെച്ചു. ആക്ച്വലി ഇതിന് വളരെ സിമിലർ ആയിട്ടാണ് ഇതിൻ്റെ മറ്റൊരു ഷോർട്ട്സ് ഉള്ളത്. ദിസ് ഇസ് വെരി സിമിലർ. പാൻ്റായിരുന്നു. RD എന്ന് വാങ്ങിച്ചത്. ഇറ്റ്സ് വെരി നൈസ്. ഇതൊരു ആംഗിൾ ലെങ്ത്തിൽ നിൽക്കുന്ന പാൻ്റാണ്, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടാകും. ഇതെല്ലാം എക്സസൈസ് ആണ്, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നാട്ടിലത്തെ മാക്സിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇവിടുത്തെ ഈ പാറ്റേണും ഇങ്ങനത്തെ ഈ വർക്കുകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് ഒരുപാട് വൈറ്റ്സ് കോംപ്ലിമെൻ്റ് ചെയ്തൊരു ഡ്രസ്സാണിത്. കാരണം ഇതൊക്കെ വളരെ അപൂർവങ്ങളൊക്കെ ആയിട്ട് അവർ എംബ്രോയ്ഡറിങ്ങും വർക്കും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ കാണാറ്. സോ ദിസ് ഇസ് വൺ നൈസ് ടോപ്പ്. ഇത് ഞാൻ നല്ലോണം ഉപയോഗിച്ചു. ഇത് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചതാണ്, ഇത് ചപ്പ പോലത്തെ തുണിയാണോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ. ബട്ട് സംടൈംസ് അങ്ങനെ ആയിരിക്കും അതിൻ്റെ പാറ്റേൺ. ഇപ്പോൾ അതുപോലെയാണ്, കോട്ടണും ആണ്. പിന്നെ ഇവിടെ അങ്ങനെ എപ്പോഴും നമ്മൾ അയൺ ചെയ്തിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്, മുഷിഞ്ഞ പോലെ ഇരിക്കണം. ബട്ട് ആക്ച്വലി ഇത് വാഷ് ചെയ്തതാണ്. കഴുത്തിൽ വണ്ണം ഇട്ടല്ലത്. എന്തായാലും ഇപ്പോൾ എവിടെ ഇരിക്കട്ടെ. കാരണം രാഹുലിൻ്റെയും ഇതുപോലെ ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ചെയ്താൽ ശരിയാവില്ല. ഏതൊക്കെ ഡ്രസ്സ് വേണം വേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ രാഹുലുള്ള ദിവസം ഒന്ന് രാഹുലിൻ്റെ ക്ലോസറ്റ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വേണ്ടാത്ത ഡ്രസ്സുകൾ ഇതുപോലെ മാറ്റി ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും കീപ് ദിസ് ലൈക്ക് ദാറ്റ്. ഇതാണ് അപ്പം ഞാൻ റീസെറ്റ് ചെയ്തത്. കുറേയൊക്കെ ഡ്രസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ജാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ഏത് തണുപ്പത്ത് വേണമെങ്കിലും ഞാൻ ഇതിട്ടുകൊണ്ട് പുറത്തോട്ടാണ്. കാരണം ആദ്യത്തെ കാലങ്ങളിൽ ഇതൊന്നും വന്ന് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ജാക്കറ്റ് നോക്കിയൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അതാണ് സത്യം. $100-200 അന്ന് വാങ്ങിച്ചത്. ബട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ബട്ട് ഈ ജാക്കറ്റ് ഞാൻ ഇപ്പോഴും രാവിലെ 4:30 എഴുന്നേറ്റിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇതിടാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി 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 കോൾഡ്. ഇപ്പോഴും തണുപ്പാണ്ടോ രാത്രിയൊക്കെ, അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതായിരുന്നു ആക്ച്വലി എൻ്റെ കയ്യിലുള്ള ന്യൂ ബാലൻസിൻ്റെ ഷൂ. അത് കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് പുള്ളി ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതെനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഈ ഭാഗം ലെതറാ ആക്ച്വലി. ഇതൊക്കെ ലെതറാ, കൊള്ളാം. ബട്ട് ഐ ആം ഗോണ ഡൊണേറ്റ് ദിസ് വൺ. കാരണം ഇത് ഇട്ട് നടക്കുമ്പോൾ ചെറുതായിട്ട് വഴുക്കുന്നുണ്ട് കാല്. എനിക്ക് തേയും കൂടെ ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇത് കൊടുക്കാം. ഇതൊരു ഫ്രോക്കാണ്, അങ്ങനെ എപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല. ബട്ട് എന്താ ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിട്ടിട്ട് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സാൻഡൽസ് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ചെരുപ്പഴിച്ച് വെച്ചിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഷൂസ് ആണെങ്കിൽ നോ പ്രോബ്ലം. അല്ലാതെ വേറെ എന്ത് ഊരി പോകുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യാറ്. ഇത് നമുക്കും ഡൊണേറ്റ് ചെയ്യാം. കാരണം ഇത് എപ്പോൾ കഴുത്തിൽ ചുറ്റിയാലും ഇതിൽ എന്തെങ്കിലും ഒരു നാരുണ്ടല്ലോ കണ്ണിപ്പെടും. So I'm gonna donate this one. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാർമേഴ്സ് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച സ്ട്രോബെറീസ് ആണ്. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. നാട്ടിൽ നിന്നൊക്കെ ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര കുറുമ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാരൊക്കെ എന്ത് സ്ട്രോബെറിയോട് ഇത്രയും താല്പര്യം കാണിക്കുന്നേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നേ. ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ല മധുരമുണ്ട്. ബട്ട് ഇത് പറയുമ്പോൾ നാക്കിന്ന് വെള്ളം വരുന്നു. ബട്ട് ഇത് ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് ഭയങ്കര ജ്യൂസി ആയിട്ടോ. എന്താ ഇത് പറയാ, ഭയങ്കര വാട്ടർ കണ്ടന്റ്, ഭയങ്കര മധുരവും.
അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ്, മൊത്തം പൊട്ടിത്തെറിയാണ് ഗൈസ്. അയ്യോ, ഞാൻ മാഷ് പൊട്ടാറ്റോ ഉണ്ടാക്കുകയാണേ. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കണം. ചുറ്റിനുമായിട്ടുണ്ട്. ഇതൊന്നുമല്ല, ബേസിക്കായിട്ട് കുറച്ച് വെള്ളം, ബട്ടർ, അതിനുശേഷം ഞാൻ പാലും ആഡ് ചെയ്തു. പിന്നെ ഗാർലിക് പൗഡറാണ് ഇതിനകത്തിട്ട്. എന്നിട്ട് നമ്മുടെ പുഴുങ്ങിയ നമ്മുടെ പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്ത് റെഡിയാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നാതെ ഇങ്ങനെ വണ്ടി പിടിച്ചിരിക്കുകയാണ്. ബട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫുഡും ഇന്ന് വേണ്ട, രാവിലെ പോകുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരം പിസ്സ വേണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ബട്ട് പിസ്സ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ല, എല്ലാം റെഡിയായി. അതാണ് ഗൈസ് പറയുന്നത്, വടി പിടിച്ചിരിക്കുക. എന്തായാലും സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോബെറി മാത്രമല്ല, ഇവിടെ കോണും ഒക്കെ കിട്ടും. എല്ലാവരും ഇതിവിടെ കനേഡിയൻസൊക്കെ കുറച്ച് നമ്മുടെ നാട് പോലെയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കൃഷിയുള്ളവർ മാത്രം അങ്ങനെ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. അവരുടെ നമ്മുടെ ബാക്ക് യാർഡിൽ കാണുന്ന സ്ഥലത്തൊക്കെ അവർക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ടൊമാറ്റോസ്, ബെൽ പെപ്പേഴ്സ് അങ്ങനെയൊക്കെ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസിനും ഇങ്ങനത്തെ പ്രൊഡ്യൂസ് ഐറ്റംസിനും ഒക്കെ വില കുറവാണ്. എനിക്ക് കോണ് ഭയങ്കര ഇഷ്ടമാണ്. കോൺ, ചോളം പറഞ്ഞു തന്നപ്പോൾ കോൺ എന്നായി പോയി. Guys, I hope you like this video. ഇന്ന് മൊത്തത്തിലൊരു അടുക്കിപ്പറക്കൽ ദിവസമായിരുന്നു എനിക്ക്. I hope the weather remains stable from now. എല്ലാ എൻ്റെ വിന്റർ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞാൻ പെട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. Anyway, I hope you like this video. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.